വികസിത കേരളത്തിനായി വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ഇന്ത്യയുടെ പ്രകടന പത്രിക. കേരളത്തിന് ആദ്യത്തെ എയിംസും തിരുവനന്തപുരത്തും കോഴിക്കോടും പുതിയ മെട്രോ റെയിൽ പദ്ധതികളും ഉൾപ്പെടെയാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. തിരൂരിൽ 125 അടി ഉയരത്തിൽ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പ്രതിമ യാഥാർത്ഥ്യമാക്കും. ക്ഷേത്ര ഭരണത്തിൽ വിശ്വാസികളുടെ പങ്കാളിത്തം ഉറപ്പാക്കും. ഗതാഗത കുരുക്കിന് പരിഹാരമായി മികച്ച റോഡുകൾ കേരളത്തിലുടനീളം യാഥാർത്ഥ്യമാക്കും. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ CBI അന്വേഷണം എന്ന ആവശ്യം സാധ്യമാക്കും. നിർധനരായ വനിതകൾക്ക് 2500 രൂപയുടെ പ്രതിമാസ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ്, 3000 രൂപയുടെ ക്ഷേമ പെൻഷൻ, ഓരോ വീട്ടിലും 20,000 ലിറ്റർ സൗജന്യ കുടിവെള്ളം തുടങ്ങിയ ജനപ്രിയമായ നിരവധി പദ്ധതികളും NDA മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, ഒറ്റ നോട്ടത്തിൽ പ്രകടന പത്രികയെക്കുറിച്ച് നമുക്ക് ഒന്നേ പറയാൻ സാധിക്കൂ, ഗംഭീരം. അത്രയേറെ പ്രഖ്യാപനങ്ങളാണ് സാധാരണക്കാരായ മനുഷ്യർക്കായി NDA കാത്തുവച്ചിരിക്കുന്നത്. പറയൂ, എന്തൊക്കെയാണ് ആ 16 വാഗ്ദാനങ്ങൾ? രാഖി, കേരള ജനതയുടെ ക്ഷേമത്തിനും വികസനത്തിനും ഒക്കെ പ്രാധാന്യം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് NDA ജനങ്ങൾക്ക് മുന്നിൽ പ്രകടന പത്രികയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. NDA സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പറയുന്ന കാര്യങ്ങൾ അത് വാഗ്ദാനങ്ങളായി തള്ളിക്കളയുന്നവരല്ല. ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ ഭാരതത്തിൽ കാണുന്നതെങ്കിൽ അത് കേരളത്തിലും അത് നടപ്പാക്കുന്നതിനുള്ള, കേരളത്തിന്റെ വികസനത്തിനും ഉന്നമനത്തിനുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പദ്ധതിയിൽ, ഈ ഒരു പ്രകടന പത്രികയിലൂടെ, മാർഗരേഖയിലൂടെ NDA വ്യക്തമാക്കുന്നതെന്നുള്ളതാണ്. NDAയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനാണ് ഈ മാർഗരേഖയുടെ പ്രകാശനം നിർവഹിച്ചിരുന്നത്. കേരളം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു പ്രകടന രേഖയെ നോക്കിക്കണ്ടത്. ആരോഗ്യരംഗത്തിന് പ്രാധാന്യം നൽകുന്ന പദ്ധതിയാണ് ആദ്യം, അതായത് എയിംസ്, അത് കേരളത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ NDA നടപ്പാക്കുമെന്ന് പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട അതിവേഗ മെട്രോ റെയിൽ പദ്ധതികൾ തിരുവനന്തപുരത്തും കോഴിക്കോടും സാധ്യമാക്കുന്നതിനുള്ള പദ്ധതി ഉണ്ടാകും. ഇത്തരത്തിലുള്ള വികസന പദ്ധതികളും കൂടാതെ തന്നെ തൊഴിലില്ലായ്മ വലിയ തരത്തിൽ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു വിഷയമുണ്ട്. 40% ബിരുദധാരികൾ തൊഴിലില്ലായ്മ മൂലം അന്യരാജ്യങ്ങളിലേക്ക് പോയി തൊഴിൽ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുള്ള പദ്ധതികൾ നടപ്പാക്കും. ഒപ്പം തന്നെ വിശ്വാസത്തിനും അടക്കം പ്രാധാന്യം നൽകുന്ന പദ്ധതികളുണ്ട്. ഒപ്പം തന്നെ സാധാരണ ജനങ്ങളുടെ ഉന്നമനത്തിനായിട്ട് വനിതകൾക്ക് 2500 രൂപയുടെ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ് ഉറപ്പാക്കും. ഒപ്പം തന്നെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി 20,000 ലിറ്ററിന്റെ കുടിവെള്ള പദ്ധതി അത് എല്ലാ വീടുകളിലും സാധ്യമാക്കും. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇടപെടുകയാണ്. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നല്ല രീതിയിൽ പരിഗണിച്ചുകൊണ്ട് അത്രയേറെ ജനപ്രിയമായ പല വാഗ്ദാനങ്ങളുമാണ് പ്രകടന പത്രികയിൽ NDA ഉൾപ്പെടുത്തിയത്. അതിൽ ക്ഷേമ പെൻഷൻ അടക്കം ഉണ്ട് എന്നുള്ളതാണ്. വീണയാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.